ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് കൊട്ടിയൂർ പോയ വ്ളോഗുമായിട്ടാണ്. അപ്പം നമുക്ക് കൊട്ടിയൂരെ പല ദൃശ്യങ്ങളും കണ്ടുകൊണ്ട് നമുക്ക് അക്കരെ കൊട്ടിയൂരേക്ക് സഞ്ചരിക്കാം. അക്കരെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും ഫുൾ കടകളാണ്. ഓടപ്പൂ വിൽക്കുന്ന കടകളുണ്ട്, അല്ലാതെ മറ്റ് കളിപ്പാട്ടങ്ങൾ, പൊരി, അങ്ങനെ മറ്റ് സാധനങ്ങൾ വിൽക്കുന്ന പല കടകളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടെല്ലാം തിരിച്ചു വരുമ്പോൾ കയറാം. നമ്മുടെ പ്രധാന ലക്ഷ്യം ആദ്യം അക്കരെ കൊട്ടിയൂരേക്ക് പോയി പ്രാർത്ഥിച്ച് ആനയെ കാണുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഈ തൈലം വളരെ നല്ലതാണ്. നടുവ് കുനിയാൻ പറ്റാത്ത വൈശാഖ മഹോത്സവം, ഹരിതോത്സവം, നമ്മളങ്ങനെ അക്കരെ കൊട്ടിയൂരേക്ക് എത്താനുള്ള നിമിഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പാലമൊന്നും മറികടന്നിട്ട് വേണം അപ്പുറത്തോട്ടേക്ക് പോകാൻ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഇത്തവണ ഉത്സവത്തിന് വന്നത്. അപ്പോൾ മണിത്തറയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പുഴയെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. ആരും പുഴയിൽ ഇറങ്ങരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒന്നും മാനിക്കാതെ പലരും പുഴയിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ അവിടെ വെച്ച് കണ്ടായിരുന്നു. അപ്പം പോകുന്നവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, പുഴയിൽ ഇറങ്ങാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പോയതിന് 2 ദിവസം മുന്നേ ആണ് 2 പേര് ഒഴുക്കിൽപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഫുള്ള് നനഞ്ഞിട്ട് കുളിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. കുടയൊക്കെ കരുതിയിരുന്നെങ്കിലും ഫുള്ള് നനഞ്ഞു. അത് തന്നെയാണ് ഈ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ മണിത്തറ എത്താറായി. നമ്മളൊരു ബുധനാഴ്ച ദിവസമാണ് പോയത്, അതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. ശനി ഞായറൊന്നും അമ്പലത്തിലേക്ക് അടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്, അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം മണിത്തറയുടെ അടുത്തേക്ക്. അങ്ങനെ പ്രശസ്ത കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലിറങ്ങി 3 തവണ വലം വെച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് നമ്മൾ പ്രധാന കർത്തവ്യത്തിലേക്ക് കിടക്കുന്നത്. ഞാൻ കൊട്ടിയൂരേക്ക് പോകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, ഒന്ന് പ്രാർത്ഥിക്കുക, അതിനുശേഷം ആനയെ കാണുക എന്നുള്ളതാണ്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആനയെ കാണും. അതിനാണ് ഞാൻ കൂടുതൽ സമയം എടുക്കാറ്. ഒരുപാട് നേരം ആനയെ നോക്കിയേക്കും. കാരണം നമ്മൾക്ക് ആനയെ കാണുക എന്ന് പറഞ്ഞാൽ കൊട്ടിയൂർ ഉത്സവത്തിന് മാത്രമേ പണ്ട് സാധിക്കുമായിരുന്നു. ഇവിടെ വേറെ അടുത്ത് എവിടെയും ആനയൊന്നുമില്ല. പിന്നെ വയനാട്ടിൽ പോയാലേ കാണാൻ കഴിയും. വയനാട്ടിൽ അങ്ങനെ പോകാറില്ല. അപ്പോൾ മെയിനായിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മാത്രമേ ആനയെ കാണാൻ പറ്റൂ. പിന്നീടാണ് മൈസൂരൊക്കെ പോയി ആനയൊക്കെ കാണാൻ തുടങ്ങിയത്. അല്ലാതെ ഇത് തന്നെയായിരുന്നു ചെറുപ്പത്തിലെ പ്രധാനപ്പെട്ട സ്ഥലം, ആനയെ കാണാൻ പറ്റുന്ന ഒരേ ഒരു ഇടം കൊട്ടിയൂർ. അപ്പോൾ അങ്ങനെ ഞാൻ പല ആംഗിളിൽ നിന്നും കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ വീഡിയോ എടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫോട്ടോസ് കൊടുത്തു. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് ദൃശ്യങ്ങൾ പകർത്തിയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ആനകളുടെ അടുത്തെത്തി. അപ്പം ശീവേലിക്ക് വേണ്ടി മെയിനായി 2 ആനയാണുള്ളത്. അപ്പോൾ ഒരു ആനയുടെ പേര് പിച്ചിയിൽ രാജീവ്, ഇതാണ് കാശിനാഥ്. പിച്ചിയിൽ രാജീവ് തിരിഞ്ഞു നിന്നതുകൊണ്ട് ഒരുപാട് ദൃശ്യങ്ങളൊന്നും പകർത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കാശിനാഥൻ്റെ ഒരുപാട് ദൃശ്യങ്ങൾ പകർത്തി. അപ്പോൾ കാശിനാഥൻ കുറേ നേരം കഴിഞ്ഞപ്പം തുമ്പിക്കൈ കൊണ്ട് ഹായ് ഒക്കെ കാണിച്ചു. അപ്പോൾ ഞാനും തിരിച്ച് ഹായ് ഒക്കെ കാണിച്ചു. അപ്പോൾ ഈ ആനച്ചന്ത ആസ്വദിക്കുക എന്ന് പറയുന്നത് തന്നെ വേറൊരു ഇതാണ്. ഞാൻ ഈ അമ്പലം ഒരുപാട് കാണുന്നതിനേക്കാളും കൂടുതൽ ആനയെ തന്നെയാണ് കാണാറ്. ആനയുടെ ഓരോ കളികളും, ഈ പനമ്പട്ട മുറിച്ചെടുത്ത് തിന്നുന്നതും ഇതൊക്കെ തന്നെ. ഇതൊന്നും നമ്മൾ അധികം അങ്ങനെ കാണാത്തതാണല്ലോ. പിന്നെ ക്ഷേത്രത്തിൽ സൗജന്യ ചുക്ക് കാപ്പിയുണ്ട്. അപ്പോൾ ഈ മഴയത്ത് നനഞ്ഞുകൊണ്ട് ആ ചൂട് ചുക്ക് കാപ്പി കുടിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. ആനയും കണ്ടുകൊണ്ട് നമ്മൾ ചുക്ക് കാപ്പി കുടിച്ചുകൊണ്ട് അവിടെ കുറേ നേരം ഇരിക്കുന്നു. അങ്ങനെ കാപ്പി കുടിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടുത്തൊരു കോട്ടയിലേക്കാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഇതിൻ്റെ അടുത്തായിട്ട് വരും. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആനയെ കുളിപ്പിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത്. ഇവിടെ മനുഷ്യന്മാർ ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അടിയൊഴുക്കുണ്ട്, എന്നാലും ആരും ശ്രദ്ധിക്കാതെ ഇറങ്ങുന്നത് നമ്മൾ കണ്ടായിരുന്നു. അവിടെ വെറുതെ അപകടം വരുത്തി വെക്കരുതെന്നേ അവരോട് പറയാനുള്ളൂ. അങ്ങനെ നമ്മൾ അക്കരെ കൊട്ടിയൂർ ഒരു 1-2 മണിക്കൂർ ചിലവഴിച്ചതിന് ശേഷം നേരെ നമ്മൾ അടുത്ത ടാസ്കിലേക്ക് കിടക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഈ ചന്തയിലേക്കാണ്. കാരണം പുതിയ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ഓരോ വർഷവും പുതിയ അപ്ഡേഷൻസ് അവർ കൊണ്ടുവരും.
ഒരുപാട് ടോയ്സ്, ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. അപ്പം നമുക്ക് പ്രായം ഇത്രയൊക്കെ ആയി എന്ന് പറഞ്ഞാൽ പഴയ ആ കുട്ടി മനസ്സിനെയും പോകാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. അത്ര ശക്തമായ ഒഴുക്കാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഭയാനകമായ ഒഴുക്കാണ് ബാവലിപ്പുഴയിൽ ഉള്ളത്. പിന്നെ ഇവിടെ വരുന്ന ഭക്തരെല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ്. പുഴയിൽ നിന്ന് 2 കല്ലെടുത്തതിന് ശേഷം 2 ഉരക്കും. ശക്തി കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊരു ചന്ദനം പോലെ ആവും. അതെടുത്ത് നെറ്റിയിൽ തൊട്ടതിന് ശേഷം പോകും. ആ കല്ല് ഈ ആൽത്തറയിൽ വെച്ചിട്ടാണ് അവർ പോകാറ്. അപ്പോൾ ആ സംഭവമാണിത്. അങ്ങനെ നമ്മൾ ചന്ത എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. എന്തൊക്കെയാണ് പുതിയ ഐറ്റംസ് വന്നിരിക്കുന്നത് എന്നുള്ള കാണാനുള്ള ത്രില്ലിൽ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെറിയ ആടെയാണ്ട് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. എന്തൊക്കെയാണ് പുതിയ ഐറ്റംസ്. ഷോപ്പിലെത്തിയപ്പോൾ ആദ്യം എൻ്റെ കണ്ണിലുടക്കിയത് ഈ ഒരു മുതലാണ്, കാർസിലെ ലൈറ്റിംഗ് മക്കുവിൻ്റെ സ്കെയിൽ മോഡൽ. അപ്പോൾ ഇത് ഞാൻ കുശാൽ നഗറിൽ നിന്ന് മേടിച്ചായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അവിടെ വെച്ചു. പിന്നെ പോർഷെ ഉണ്ട്, ഹമ്മർ ഉണ്ട്, അങ്ങനെ ഫെറാറി സ്കെയിൽ മോഡൽസ് ഉണ്ട്, ലംബോർഗിനി സ്കെയിൽ മോഡൽസ് ഉണ്ട്. അപ്പോൾ എല്ലാം മെറ്റലാണ്. ഇപ്പോൾ 200 രൂപ വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ്. അങ്ങനെ പല റേഞ്ച് സാധനങ്ങളുണ്ട്, വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഞാനിങ്ങനെ എടുത്ത് നോക്കുന്ന ദൃശ്യങ്ങളാണ്. എല്ലാ മോഡലും ഞാൻ എടുത്ത് കാണിക്കാം. നീലൻ്റെ ഇത് മാത്രം വ്ളോഗിങ്ങിലാക്കിയാൽ മതി. ഇത് മാത്രം ഒരു വ്ളോഗ് ആക്കാലോ. പിന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയത് ഈ ഒരു മുതലെടുത്തപ്പോഴാണ്. ഇതിന് 2000 രൂപയാണ് ആ ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഈ മിഠായികൾക്കെല്ലാം 20 രൂപയേ ഉള്ളൂ. അപ്പം നമ്മൾ 2-3 മിഠായികൾ മേടിച്ച് കഴിച്ചു. കടല മിഠായി മേടിച്ച് കഴിച്ചു. പിന്നെ പലതരം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കുട്ടികളെ പിടിക്കാനുള്ള. ഇങ്ങനത്തൊന്നും നമ്മൾ മേടിച്ചില്ല. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ പേനകളാണ്. കത്തിയുടെ ആകൃതിയുള്ള, കത്തിയല്ല വാളിൻ്റെ ആകൃതിയുള്ള പേനകൾ. അങ്ങനെ തോക്കിൻ്റെതുണ്ട്. അങ്ങനെ വെറൈറ്റി സാധനമുണ്ട്. പിന്നെ ഇതെല്ലാം ഫിംഗറിനിടുന്ന സംഭവങ്ങളും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഒരുപാട് ബുക്കുകൾ കണ്ടു. അതൊക്കെ നമ്മൾ വെറുതെ എടുത്ത് നോക്കി, ഒന്നും മേടിച്ചില്ല. പിന്നെ പോയപ്പോൾ കണ്ടൊരു വെറൈറ്റി സാധനമാണ്. നല്ല ട്രെൻഡിങ് സാധനമായിട്ട് തോന്നി. അതുകൊണ്ട് കുറേ നേരം ഞാൻ ഇത് കറക്കി കളിച്ചു. എന്നിട്ട് അതൊക്കെ അവിടെ വെച്ചു. അതിനുശേഷം ഒരുപാട് പാത്രങ്ങളും ഒരുപാട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോയി. പിന്നെയാണ് സ്കൂബിഡുവിൻ്റെ ഈ ഒരു ടോയ് ഉണ്ട്. നല്ല അടിപൊളി സാധനമാണ്. തലയാനക്കാൻ പറ്റും, കാലനക്കാൻ പറ്റും, പിന്നെ ഇരിക്കുന്ന പോലെ അങ്ങനെല്ലാക്കാൻ പറ്റും. പിന്നെ ഏലിയൻ ഉണ്ട്. അങ്ങനെ പല ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇതിലൊന്ന് എൻ്റെ ഫ്രണ്ട് മേടിച്ചു. 30 രൂപയുള്ളൂ ഈ സംഭവത്തിന്. സ്കൂബിഡുവിലെ മറ്റേ ക്യാരക്ടർ ഒന്നുമില്ല. നല്ല സുണ്ട് ഇതല്ലേ ഉള്ളു, മറ്റവനൊന്നുമില്ല അല്ലേ? കുറേ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയതിന് ശേഷം നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് നല്ലൊരു മസാല ദോശ കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. പിന്നെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ സൈഡിൽ കുറേ ഓടപ്പൂ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. അതിൽ നിന്ന് ഞാനൊരു ഓടപ്പൂ മേടിച്ചു. പിന്നെ അപ്പോഴത്തേനും രാത്രിയായി. അങ്ങനെ ഒരു 7 മണി ടൈമായി. അപ്പോൾ നമ്മൾ ഇക്കരെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ദൃശ്യമാണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. ഇനി നേരെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കീ ചെയിന് വേണ്ടി കുറേ തപ്പി. അപ്പോൾ കീ ചെയിൻ കിട്ടിയില്ല. കീ ചെയിൻ മൊത്തം ഗേൾസിന് പറ്റുന്ന ടൈപ്പ് ആ ഒരു റേഞ്ച് കീ ചെയിനാണ് അവിടെ കണ്ടത്. അപ്പോൾ നമുക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് മേടിച്ചില്ല. അങ്ങനെ നമ്മൾ നേരെ ഇക്കരെ കുട്ടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു. അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പം വീഡിയോ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ബൈ.